ഹലോ, ഞാനിപ്പോൾ UK യോർക്ക് സിറ്റിയിലാണ്. ഒത്തിരി ആകർഷമായതും ചരിത്രവും നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഞാൻ സൈറ്റ് സീയിങ് ബസ്സിലാണ് ഈ സിറ്റി ഒന്ന് ചുറ്റിക്കറങ്ങാൻ പ്ലാൻ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സിബിഷൻ സ്ക്വയറിൽ നിന്നാണ്. ഇതാണ് യോർക്കിലെ ആർട്ട് ഗാലറി. ഇതിന്റെ മുന്നിൽ ഒരു പ്രതിമ കാണാൻ പറ്റും. വില്യം എട്ടാർ എന്ന് പറയുന്ന യോർക്കിലെ ഒരു ആർട്ട് ഹിസ്റ്റോറിയന്റെ ആണ്. യോർക്ക് വാൾസ് ഒക്കെ സംരക്ഷിക്കാനൊക്കെ ഒത്തിരി ക്യാമ്പയിൻ ചെയ്ത വ്യക്തിയാണ്. യോർക്കിന്റെ പല ഭാഗത്തായിട്ട് ഐസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്കൾപ്ചേഴ്സ് കാണാൻ പറ്റും. ഇവിടുത്തെ വിന്റർ ഫെസ്റ്റിവൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് യോർക്ക് ഐസ് ട്രയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതാണ് സിറ്റി ടൂർ ബസ്. ഇതിന്റെ മുകളിൽ നിന്ന് കാഴ്ച കാണാൻ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി. മുന്നിൽ ഒരു പാട്ടഭണ്ഡാരം ബിൽഡിംഗ്. ഇതാണ് യോർക്ക് മിനിസ്റ്റർ. ലോകത്തിലെ തന്നെ ഒരു മാഗ്നിഫിഷ്യൻ കത്തീഡ്രൽ ആണ് ആൻഡ് ലാർജസ്റ്റ് ഗോത്തിക് ചർച്ചാണ്. യോർക്ക് സിറ്റിയെ തന്നെ ഇത്രയും മനോഹരമാക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ അട്രാക്ഷൻ ആണിത്. ഇത് ഈവനിങ് എടുത്ത ഷോട്ടാണേ. ആ സൂര്യപ്രകാശം ഒക്കെ അടിക്കുമ്പോൾ കണ്ടില്ലേ, ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന പോലെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ സിറ്റി ക്രൂസർ സൈറ്റ് സീയിങ്ങും ഉണ്ട്. യോർക്ക് സിറ്റിയിൽ ഒരു 3 to 4 കിലോമീറ്റർ നമുക്ക് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്ന കാണാൻ പറ്റും. ഇത് യോർക്ക് സിറ്റി വാൾസ് ആണ്. 2000 വർഷം പഴക്കമുണ്ട്. അന്നത്തെ കാലത്ത് ഈ സിറ്റി സംരക്ഷിക്കാനും പ്രതിരോധിക്കാനും വേണ്ടി പണിത് കെട്ടിയതാണ്. പിന്നൊക്കെ ഒത്തിരി ഡിബേറ്റ്സ് ഉണ്ടായിരുന്നു ഇത് പൊളിച്ചു കളയണമെന്നൊക്കെ. അപ്പോഴാണ് വില്യം എട്ടാർ പോലെയുള്ള ആൾക്കാർ ക്യാമ്പയിൻ ചെയ്ത് ഇതിപ്പോഴും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറിയേക്കുന്നത്. യോർക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. മിക്കവാറും എല്ലാവരും ടൂറിസ്റ്റ് തന്നെയാണ്, ബിക്കോസ് ഒത്തിരി ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതാണ് ഷാമ്പിൾസ് മാർക്കറ്റ്. നല്ല തിക്കും തിരക്കുമാണ്. ഒത്തിരി ഷോപ്സ് ഉള്ള ഒരു മാർക്കറ്റാണ്. നമ്മൾ വൈകിട്ട് ഇവിടെ ഒന്ന് നടക്കാൻ പോകുന്നുണ്ട്. യോർക്കിന്റെ ഓരോ ബിൽഡിങ്സും നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഈ ഏൻഷ്യൻ ബ്യൂട്ടി ഒക്കെ ഇങ്ങനെ പ്രിസർവ് ചെയ്യുന്നത് കൊണ്ടാണ് യോർക്ക് ഇത്രയും ആകർഷമായിരിക്കുന്നത്. അങ്ങനെ യോർക്കിന്റെ വേറെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലെത്തി. ക്ലിഫോർഡ്സ് ടവർ 11ാം നൂറ്റാണ്ടിൽ ബിൽഡ് ചെയ്തേക്കുന്നതാണ്. ടവറിന്റെ മുകളിൽ നിന്ന് യോർക്കിന്റെ ഒരു നല്ല ബ്യൂട്ടിഫുൾ വ്യൂ കാണാൻ പറ്റും. ഇതാണ് യോർക്കിലെ കോർപ്പറേറ്റ് ഷോപ്പിംഗ് സെന്റർ. കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ എന്തോ സ്ട്രീറ്റ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവർ ഈ വേഷത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ വിശന്നപ്പോൾ അവിടുത്തെ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ കയറി. ഇതാണ് ഓർഡർ ചെയ്ത ഡിഷസ് ഒക്കെ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് പിന്നെയും ബസ് എടുത്ത് ഒന്നുകൂടെ ഒന്ന് കറങ്ങി സിറ്റി വാൾസിലൂടെ ഒന്ന് നടന്ന് അങ്ങനെ ഷാമ്പിൾസ് മാർക്കറ്റ് എത്തി. വൈകിട്ടും യോർക്ക് സിറ്റി കാണാൻ നല്ല മനോഹരമാണ്. മാർക്കറ്റ് ആണെങ്കിൽ തിരക്കിന് ഒരു കുറവുമില്ല. ഒത്തിരി ചെറുതും വലുതുമായ ഷോപ്സ്, പൂർണ്ണമായും ഒരു ഏൻഷ്യന്റ് ആർക്കിടെക്ചർ. ഓരോ ഷോപ്സും ഭയങ്കര വ്യത്യസ്തമാണ്. ഒത്തിരി ഫുഡ് സ്പോട്ട്സ്, സൊവിനിയർ ഷോപ്സ്, ബാർസ്. ഈ കണ്ടില്ലേ, ഈ ഷോപ്പിൽ ഫുൾ ഹാരി പോട്ടർ കളക്ഷൻസ് ആണ്. അങ്ങനെ വേറൊരു ഷോപ്പിൽ കയറി. ഫുഡ്ജസ് ഉണ്ടാക്കുന്ന ഷോപ്പാണ്. ഒത്തിരി വെറൈറ്റി ഓഫ് ഫുഡ്ജസ് ഇവിടെ അവൈലബിൾ ആണ്, ഡിഫറെന്റ് ഫ്ലേവേഴ്സ്.
ഇങ്ങനെ നടക്കുമ്പോൾ ഒത്തിരി വ്യത്യസ്തമായ ഷോപ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നമ്മുടെ ഐറിസ് കാണാൻ പറ്റും. ഈ ലെൻസിൽ കൂടെ നല്ലൊരു മഷ്റൂം പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഷാംബിൾസ് മാർക്കറ്റ് കറങ്ങിക്കഴിഞ്ഞ് അവിടുത്തെ ഒരു ബാറിൽ കയറി മോസ്റ്റ് ഹോണ്ടഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.